പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോഷുവ പ്രവചനം 8:17. അവിടെ വചനം പറയാണ്, അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. പട്ടണം അടയ്ക്കാതെ പോയി. ഇത് എന്തിനെ കുറിച്ചാണ് സഹോദരങ്ങളെ? ആയി പട്ടണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇസ്രായേൽ ആയി പട്ടണ നിവാസികൾക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ ഇസ്രായേൽ ശരിക്കും വളരെ തന്ത്രപൂർവ്വമാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുറത്തിന് പണ്ട് ഒരു തന്ത്രജ്ഞാനികളായിരുന്നു. അവർ ഒരു ഭാഗം ആയി പട്ടണക്കാരുടെ മുൻപിലും വേറൊരു സൈന്യത്തിൻ്റെ ഒരു ഭാഗത്തെ ഇസ്രായേൽ ആയി പട്ടണ നിവാസികൾ പുറകിലും, ആയി പട്ടണത്തിൻ്റെ പുറകിലുമായിട്ട് നിർത്തിയായിരുന്നു. അപ്പോൾ ഈ ആയി പട്ടണത്തിൻ്റെ രാജാവ് കണ്ടത് മുൻപിലുള്ള സൈന്യത്തെ മാത്രമാണ്. അവർ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാനായിട്ട് ആയി പട്ടണത്തിലെ രാജാവ് എല്ലാവരെയും കൂട്ടി അവർ പട്ടണത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന സൈന്യത്തെ ആക്രമിക്കാൻ പോയി. പക്ഷേ പട്ടണത്തിൻ്റെ പുറകിലെ വാതിൽ അടയ്ക്കാതെയാണ് അവർ യുദ്ധത്തിന് പോയത്. പുറകിലുണ്ടായിരുന്ന ഒരു സൈന്യം എന്തായി? ആയി പട്ടണത്തെ കീഴ്പ്പെടുത്തി. ഇതാണ് പറയുന്നത്. ഇതാണ് ബൈബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് ഈ വചനത്തിൻ്റെ. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ഒരു ആത്മീയ പരിജ്ഞാനമൊക്കെ തേടി ബലിയർപ്പണം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗം നമ്മളങ്ങോട്ട് ഒരു ധ്യാനമൊക്കെ കൂടി അങ്ങോട്ട് മുന്നോട്ട് ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മളുടെ ഈ മൂലപാപങ്ങളാകുന്ന വാതായനങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകും. മൂലപാപങ്ങൾ 7 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന്. അപ്പോൾ അത് അടയ്ക്കാതെ നമ്മൾ ആരംഭിക്കുന്ന ഏത് ആത്മീയ യാത്രയും വിതിൻ നോ ടൈം, അധികം താമസിയാതെ തന്നെ നമ്മൾ വീണ് പോകാനുള്ള കാരണം നമ്മൾ ഈ പിശാചിന് കടക്കുന്ന വാതിലുകൾ അടയ്ക്കാതെ നമ്മളൊരു ആത്മീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പട്ടണം അടയ്ക്കാതെയാണ്. അപ്പോൾ പിശാചിന് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ജനവാതിലുകളെല്ലാം ഭംഗിയായിട്ട് തുറന്നിട്ട് എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, അവൻ ആക്രമിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ആശീർവാദ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ പലരും ആത്മീയമായിട്ട് മടുത്തിരിക്കാനുള്ള കാരണം, നമ്മൾ പലതവണ ആത്മീയ യുദ്ധം ആരംഭിച്ച് നിസ്സീമമായി പരാജയപ്പെട്ടു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ആത്മശോധന നടത്തേണ്ടത്, നമ്മുടെ ഒരു ആത്മീയമായ യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം പിശാചിനെ കയറാൻ സാധ്യതയുള്ള എല്ലാ വാതായനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടയ്ക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് 10 പ്രമാണങ്ങൾ, മൂലപാപങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ. ഇതെല്ലാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യാത്ര പിന്നെ നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ബലിയർപ്പിക്കുക, വ്യക്തിപരമായി ജപമാല ചെല്ലുക, കുരിശിൻ്റെ വഴി ചെല്ലുക, കൂടെ കുമ്പസാരിക്കുക. അപ്പോൾ ഇതൊരു ഭാഗം. മറുഭാഗത്ത് നമ്മുടെ ശരിക്കും കുറേ തഴക്കദോഷങ്ങൾ, ഇതൊക്കെ മേഖലകളെല്ലാം ശരിക്കും ക്ലോസ് ചെയ്തിട്ട് വേണം ഈ യാത്ര ആരംഭിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ മടുത്തു പോകും. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾക്ക് ഈ ആയി പട്ടണ നിവാസികൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം, കർത്താവേ, അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടൊക്കെ ഞങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ പല കാരണവും ശരിക്കും വാതായനങ്ങൾ, പിശാച് കടന്നു വരുന്ന വാതായനങ്ങൾ അടയ്ക്കാതെ ആത്മീയ യാത്ര ഞങ്ങൾ ആരംഭിച്ചിട്ട് ഒരുപാട് തവണ വീണ് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ നിരാശരാണ്. ഞങ്ങളുടെ പിശാച് കടന്നു വരുന്ന എല്ലാ വാതായനങ്ങളും അടച്ചുകൊണ്ട് ഒരു ആത്മീയ യാത്ര ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.